പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ രണ്ടാം പത്ത് പൂർത്തീകരണത്തിലേക്ക് കടക്കുമ്പോൾ ബദർ ദിനത്തെ അനുസ്മരിച്ച് ലോക ഇസ്ലാം മതവിശ്വാസികൾ റമളാൻ 17-ന് മദീനയ്ക്കടുത്ത് ബദർ പ്രദേശത്ത് നടന്ന യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നത്. മുഹമ്മദ് നബി സ്വന്തമായി നയിച്ച ആദ്യത്തെ വിശുദ്ധ യുദ്ധമാണ് ബദർ. ഈ യുദ്ധത്തിലെ വിജയത്തോടെയാണ് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ശക്തമായി തീർന്നത്. ആ യുദ്ധവിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ബദർ ദിനം. സ്വന്തം നാടായ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദ് നബി അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോടാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. നബിയും 300-ൽ പരം അനുയായികളും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് 1000-ഓളം വരുന്ന പടയങ്കിധാരികളായ സൈനിക വ്യൂഹത്തോട് ഏറ്റുമുട്ടി വിജയം നേടിയെന്നാണ് ചരിത്രം. സത്യമത പ്രബോധനത്തിന്റെ പേരിൽ അടിച്ചമർത്തൽ നേരിട്ട നബിയും അനുചര സംഘവും ആത്മരക്ഷാർത്ഥം മദീനയിലേക്ക് പലായനം നടത്തി. എന്നാൽ പലായനം ചെയ്ത മുസ്ലിങ്ങളുടെ വീടും സമ്പാദ്യവും കൊള്ളയടിച്ച് മൂലധനമാക്കി മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ ശത്രുക്കൾ അണിയറയിൽ കരുനീക്കങ്ങൾ നടത്തി. ഇതറിഞ്ഞ പ്രവാചകൻ സിറിയയിൽ നിന്ന് മദീന വഴി കച്ചവടം കഴിഞ്ഞുപോകുന്ന ഖുറൈശികളെ തടഞ്ഞ് ശത്രുവിന്റെ സാമ്പത്തിക ശേഷി കുറയ്ക്കണമെന്ന് തീരുമാനിക്കുകയും അതുവഴി മുസ്ലിങ്ങളുമായി സന്ധിക്ക് ശത്രുക്കൾ മുതിരുമെന്നും കരുതി. എന്നാൽ ഈ നീക്കമറിഞ്ഞ ഖുറൈശികൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പടയൊരുക്കി. മക്കയിൽ നിന്ന് 1000-ഓളം യോദ്ധാക്കൾ നബിയെയും സംഘത്തെയും ലക്ഷ്യമാക്കി പുറപ്പെടുകയും ഒടുവിൽ ബദറിൽ വെച്ച് അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതായിരുന്നു ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം. വിശ്വാസവും നിശ്ചയദാർഢ്യവും നൽകിയ അതുല്യ വിജയവും അതിലുപരി വർഗ വർണ്ണബോധത്തിന്റെയും ഗോത്രഗർവിന്റെയും വക്താക്കൾക്കെതിരിൽ സത്യമതാദർശശാലികൾ നേടിയ വിജയസ്മരണയാണ് ബദർ. ബദർ ദിനത്തിൽ വിശ്വാസികൾ വീടുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളും മൗലിദ് പാരായണങ്ങളും ഇഫ്താർ മീറ്റുകളും സംഘടിപ്പിക്കാറുണ്ട്. മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണവും നടത്താറുണ്ട്.